നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ജീവിക്കുന്നത് കലിയുഗത്തിലാണ്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എന്നിവയ്ക്ക് ശേഷമാണ് കലിയുഗം വരുന്നത്. നാലാമത്തെയും അവസാനത്തെയും യുഗമാണ് കലിയുഗം. ഇനി വരാനിരിക്കുന്ന ഇരുണ്ട കാലത്തെക്കുറിച്ച് ഭഗവാൻ കൃഷ്ണൻ ഭീകരമായ 5 കാര്യങ്ങൾ പ്രവചിക്കുകയുണ്ടായി. 1. കലിയുഗത്തിൽ പണം മാത്രമായിരിക്കും മനുഷ്യന്റെ ആകെയുള്ള ഒരു ഗുണം. പണമുള്ളവനായിരിക്കും സമൂഹത്തിൽ വലിയവൻ. പണമുള്ളവൻ എന്ത് അധർമ്മം കാണിച്ചാലും അത് ബഹുമാനിക്കപ്പെടും. പാവപ്പെട്ടവൻ എത്ര സത്യസന്ധനായിരുന്നാലും അവനെ സമൂഹം തള്ളിക്കളയും. കാലത്തിന്റെ നിയമം അനുസരിച്ച് പണത്തിനാണ് ഏറ്റവും കൂടുതൽ ബഹുമാനം കിട്ടുന്നത്. ആളുകളുടെ സ്വഭാവം, വിദ്യാഭ്യാസം എന്നിവയൊന്നും കലിയുഗത്തിൽ പരിഗണിക്കപ്പെടില്ല. പണം ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യൻ ഏതറ്റം വരെയും പോകും. ധർമ്മത്തെ മറന്ന് സ്വന്തം ആരോഗ്യത്തെ വകവെക്കാത്ത രീതിയിലേക്ക് പണം മനുഷ്യനെ മാറ്റും. ഒരു ഭക്തന്റെ ഭക്തിക്ക് പണത്തിന്റെ അത്രയും മൂല്യം സമൂഹം നൽകില്ല. ദ്വാപരയുഗത്തിൽ കൃഷ്ണൻ കുചേരനെ ആദരിച്ചത് അദ്ദേഹത്തിന്റെ ഭക്തിയും സ്നേഹവും കണ്ടിട്ടായിരുന്നു. എന്നാൽ ഇന്ന് സമൂഹത്തിൽ ഒരു ഭക്തന്റെ ഭക്തിക്ക് ധനത്തിന്റെ അത്ര മൂല്യം സമൂഹം നൽകില്ല. 2. കൃഷ്ണന്റെ അടുത്ത പ്രവചനം ബന്ധങ്ങൾ ഇല്ലാതാകും എന്നതാണ്. കലിയുഗത്തിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധം ക്ഷണനേരത്തെ ആകർഷണത്തിൽ മാത്രം ഒതുങ്ങും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം പോലും ആയുസ്സില്ലാത്ത ബന്ധങ്ങൾ പോലെ പെട്ടെന്ന് തകരും. ചെറിയ കാര്യങ്ങൾക്ക് പോലും വേർപിരിയും. കൃഷ്ണന്റെ ഏറ്റവും വൈകാരികമായ പ്രവചനം കൂടിയാണിത്. ഈ കലിയുഗത്തിന്റെ സ്വഭാവമാണ് മനുഷ്യൻ സ്വന്തം സുഖങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി കുടുംബ ബന്ധങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത്. മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കും. മനുഷ്യൻ മനുഷ്യനു വേണ്ടി ക്ഷമിക്കാൻ തയ്യാറാവില്ല എന്നതാണ് സത്യം. ആരെയും കാത്തിരിക്കാൻ ആർക്കും സമയമില്ല. 3. പ്രകൃതിയുടെ താളം തെറ്റും എന്നതാണ്. മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ചൂഷണത്തിന്റെ ഫലം പ്രകൃതി തിരിച്ചു നൽകും. മഴ ആവശ്യമുള്ള സമയത്ത് ലഭിക്കാതിരിക്കുകയും ആവശ്യമില്ലാത്ത സമയത്ത് പെരുമഴയായി ലഭിച്ച് മനുഷ്യന്റെ ആയുസ്സ് കവർന്നെടുക്കുകയും ചെയ്യും. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള കഠിനമായ രോഗങ്ങൾ കൃഷ്ണന്റെ ഈ പ്രവചനം എത്രത്തോളം സത്യമാണെന്ന് തെളിയിക്കുന്നതാണ്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അത് പാലിച്ച് മുന്നോട്ടു പോകുകയാണെങ്കിൽ പ്രകൃതിയും നമ്മെ തിരിച്ചു സ്നേഹിക്കും എന്ന സന്ദേശം ഉൾക്കൊള്ളുക. 4. കലിയുഗത്തിലെ ഏറ്റവും വലിയ ദുരന്തം സത്യം ഇല്ലാതാകും എന്നതാണ്. കൃഷ്ണൻ പ്രവചിച്ചത് മനുഷ്യൻ സത്യസന്ധതയെയും നീതിയെയും ഉപേക്ഷിക്കും. ഇന്നത്തെ കാലത്ത് സത്യം പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി വലിയ കള്ളങ്ങൾ പറയും. പണം നേടുന്നതിനു വേണ്ടി ആളുകൾ തമ്മിൽ പരസ്പരം കലഹം ഉണ്ടാകും. സത്യത്തെക്കാൾ വേഗത്തിൽ തെറ്റായ വിവരങ്ങളാകും പ്രചരിപ്പിക്കപ്പെടുക. ഇന്ന് നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്തകളും കള്ളങ്ങളുമെല്ലാം കൃഷ്ണന്റെ പ്രവചനത്തിന്റെ ഭാഗമാണ്. 5. ധർമ്മം ക്ഷയിച്ചു തുടങ്ങും. ജനങ്ങൾ അധർമ്മത്തിന്റെ വഴികൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ ധർമ്മം ക്ഷയിക്കും. മനുഷ്യൻ മോഷണം, പിടിച്ചുപറി, മദ്യപാനം, അതിക്രമം എന്നീ വഴികൾ തിരഞ്ഞെടുക്കും. ധർമ്മം ദുർബലമാകുന്ന ഈ കലിയുഗത്തിൽ ഭഗവാന്റെ നാമം ജപിക്കുന്നത് കൂടുതൽ ശക്തി നൽകാൻ ഇടയാക്കും. കൃഷ്ണൻ ഈ ദുരിതങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള വഴിയും നൽകിയിരുന്നു. നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ നീതി പുലർത്തുക. നിങ്ങളുടെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക. നിങ്ങളുടെ ജോലിയിലും നിങ്ങളെ സ്നേഹിക്കുന്നവരിലും വിശ്വാസവും സത്യസന്ധതയും പ്രകടിപ്പിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നവരോട് വഞ്ചന കാണിക്കാതിരിക്കുക. ഈശ്വരനിൽ വിശ്വസിക്കുക. ഈ പ്രവചനങ്ങൾ ഒരു മുന്നറിയിപ്പായി എടുക്കുക. ഈശ്വരന്റെ ശക്തി നിങ്ങൾക്ക് താങ്ങായും തണലായും നിങ്ങളെ കാത്തുരക്ഷിക്കും.